Hello guys, welcome to Big Boss in the reaction video. ഇതൊന്നും ഞാനിടത്തില്ല. ബിഗ് ബോസ് അഗ്നിപരീക്ഷ. അപ്പോൾ അതിന്റെ 3 മുതൽ 5 വരെയുള്ള എപ്പിസോഡ് നമ്മൾ കണ്ടു. ഫസ്റ്റ് തന്നെ ലാലേട്ടൻ ഫസ്റ്റ് ടൈം ഇവിടെ മുന്നിൽ വെർച്വലി അപ്പിയർ ചെയ്യാണ്. ലാലേട്ടനെ കണ്ടതാണ് ആ ഒരു ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പൊതുവെ പേരുകളും മറ്റുമൊക്കെ ഓർത്തിരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്തവണ കുറേ പേരുടെ പേരുകൾ, കുറേ ആൾക്കാർ, കുറേ പ്ലേയേഴ്സിനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും കുറേ പേരുടെ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. ബട്ട് എന്നാലും അവർ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. മികച്ച കുറേ പെർഫോമൻസ് അല്ലെങ്കിൽ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പലർക്കും സാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നമ്പർ 1 പോസിറ്റീവ്. സെക്കൻഡ് തിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഗെയിംസാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഇതൊരു സെപ്പറേറ്റ് റിയാലിറ്റി ഷോ ആയിട്ട് അവർക്ക് വേണമെങ്കിൽ ചെയ്യാം, ഈ ഗെയിംസ് മാത്രമായിട്ട്. അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ബിഗ് ബോസിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അപ്പോൾ പറയാം. ഇപ്പോൾ എന്തായാലും സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് ശരിക്കും ബിഗ് ബോസ് ഇങ്ങനെയായിരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പി ആയനെ. ഇവർ തമ്മിലുള്ള ഗെയിംസ് കാണാൻ ഞാൻ എപ്പോഴും ബിഗ് ബോസ് കാണാറുള്ളത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഗെയിംസ് മാത്രമുള്ള ഷോ. സോ ഐ റിയലി ലൈക്കിങ് ഇറ്റ്. അപ്പം ആദ്യം തന്നെ ലാലേട്ടൻ വന്നതിന് ശേഷം പിന്നെ ലാലേട്ടൻ പറയുന്നത് ടാസ്ക് ബുക്കിനെ കുറിച്ചാണ്. ആൻഡ് ടാസ്ക് ബുക്കിൽ ലാലേട്ടന് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇതിന് മുന്നത്തെ ബിഗ് ബോസുകളിലൊക്കെ കളിച്ചിട്ടുള്ള കുറേ ടാസ്കുകളുടെ ലിസ്റ്റും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. സോ ആ ടാസ്കുകളും ഇവർക്ക് ഇനി മുതൽ കൊടുക്കും എന്നുള്ളതാണ് ലാലേട്ടൻ പറയുന്നത്, അല്ലേ? അപ്പം അതിനുശേഷം ആ ഒരു വെർച്വൽ അപ്പിയറൻസിൻ്റെയും സ്പീച്ചിനൊക്കെ ശേഷം പിന്നെ നമ്മൾ എപ്പോഴത്തെയും പോലെ അവരിയ്ക്കുന്ന രീതിയിൽ തന്നെ കണ്ടസ്റ്റൻസിനെ 4 ടീമാക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ദെൻ ടാസ്കിലേക്ക് കടന്നു. അതാണ് ഇന്നത്തെ ഏറ്റവും ഭയങ്കര ഇത്. പെട്ടെന്ന് ചടേ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. ആൻഡ് ജഡ്ജസിന്റെ വക ഇന്ന് എന്താണ് കുട്ടികളോട് പറയാനുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ ടാസ്ക് ഫസ്റ്റ് തന്നെ അവരിയ്ക്കുന്നത് ഒരു തട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അവർ അങ്ങനെ ആ ഇരിക്കുന്ന പൊസിഷനിൽ തന്നെ അവരെ 4 ടീമാക്കിയല്ലോ. അതിനുശേഷം അവർ ക്യാപ്റ്റൻസി സെലക്ട് ചെയ്തു. അപ്പോൾ ക്യാപ്റ്റൻസി എനിക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടാണ് ഇപ്രാവശ്യം എല്ലാം അവർ സെലക്ട് ചെയ്തത്. കാരണം താഷീനെയാണ് ഫസ്റ്റ് ടീം ക്യാപ്റ്റനായിട്ട് സെലക്ട് ചെയ്തത്. എൻ്റെ മനസ്സിലും ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞിട്ട് താഷിയാണ് നിൽക്കുന്നത് എൻ്റെ മൈൻഡിലാണെങ്കിലും. പിന്നെ അതേപോലെ തന്നെ എനിക്ക് സിജിനും നല്ല കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നി. അവർക്ക് 2 പേർക്കും ആണെന്ന് തോന്നുന്നു പെൻറ്റന്റും ഉള്ളത്. അപ്പം അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിജിൻ ആയിരുന്നെങ്കിലും നന്നായിട്ട് ചെയ്തേനെന്ന് എനിക്ക് തോന്നി. സിജിൻ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തേനെന്ന് ആക്ച്വലി എനിക്ക് തോന്നി. കാരണം സിജിന് കുറച്ചും കൂടി ആ ഒരു ടീം സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടെന്ന് തോന്നി. ഈവൻ ദോ പുള്ളി അത്ര ലൗഡായിട്ട് കാണിക്കുന്നില്ല എങ്കിലും പുള്ളിക്ക് ആ കഴിവുണ്ട്. ബട്ട് താഷി ഓൾസോ ഇസ് എ ഗുഡ് ചോയ്സ് ഫസ്റ്റ് ടീമിൻ്റെ. സെക്കൻഡ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് പ്രണവായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ വിശാഖ് എനിക്ക് തോന്നുന്നു പോലെ ക്യാപ്റ്റൻസിയിൽ അടുത്തെത്തിയിട്ട് പോയി. മുമ്പും പുള്ളിക്ക് അങ്ങനെ എന്തോ ഒരെണ്ണം ലാസ്റ്റ് മിനിറ്റ് മിസ്സായി. അതെ, ഫസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അപ്പോഴും കൈയിടും. അതായത് പുള്ളിക്ക് എന്തോ അൺലക്ക് ഉണ്ട്. കുറച്ചുകൂടി തൊട്ടടുത്ത് വന്നിട്ട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ടീം സിയുടെ കാര്യത്തിൽ അവർ അഭിരാമിനെയാണ് സെലക്ട് ചെയ്തത്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സിൽ, അല്ലെ നിനക്ക് എങ്ങനെയാ തോന്നിയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഷിജുലാൽ അല്ലെങ്കിൽ ശ്യാം ആകാമായിരുന്നു എന്ന് തോന്നി. ബിക്കോസ് ഇവർ രണ്ടുപേരും എൻ്റെ അറ്റൻഷൻ കുറച്ചും കൂടി ഗ്രാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആഫ്റ്റർ 2 എപ്പിസോഡ്. സോ അവരായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നി. ബട്ട് അഭിരാമാണ് ഇവർ ചൂസ് ചെയ്തത്, ടീം ചൂസ് ചെയ്തത്. എനിവേ ലാസ്റ്റ് ടീമിൽ ലോലിറ്റയാണ് ക്യാപ്റ്റൻ ആയത്. ഇറ്റ് വാസ് ഗുഡ് ചോയ്സ്. ആൻഡ് പുള്ളിക്കാരിയുടെ ക്യാപ്റ്റൻസി തെറ്റിയില്ല എന്നുള്ളത് ലാസ്റ്റ് നമുക്ക് മനസ്സിലാകുകയും ചെയ്തായിരുന്നു. ടൈം ടാപ്പ് ഗെയിം അതായിരുന്നു ഗെയിം ചലഞ്ച്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നു. നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും മനസ്സിലാവും. ചിലയിടത്ത് ഭയങ്കരമായിട്ട് ലക്ക് ഫാക്ടർ ഉണ്ട്, ചിലയിടത്ത് ഭയങ്കര അൺലക്ക് ഫാക്ടർ ഉണ്ട്, ചിലയിടത്ത് ബാഡ് പ്ലേ ഉണ്ട്. ഈ ക്യാപ്റ്റൻസി കിട്ടിയവർക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇമ്മ്യൂണിറ്റി പവറും കൂടി അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അന്നത്തെ എലിമിനേഷനിൽ അവർ ഒരു രീതിയിലും എലിമിനേറ്റ് ആവില്ല എന്നുള്ള ഒരു ഫാക്ടറും കൂടി അവർക്കുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ടീമിൻ്റെ ഈ ടൈം ടാപ്പ് സ്റ്റോപ്പ് വാച്ച് ടാപ്പിൻ്റെ ഈ ഗെയിമിൽ എനിക്ക് പ്രത്യേകിച്ച് അവർക്കൊരു സ്ട്രാറ്റജി ഉള്ളതായിട്ട് തോന്നിയില്ല. എസ്പെഷ്യലി അസിയ എന്ന് പറഞ്ഞ കുട്ടിയുടെ മിസ്റ്റേക്ക് കൊണ്ട് അവർക്ക് കുറച്ച് സമയം കൂടുതൽ കിട്ടി. അങ്ങനെ എന്തോ 44 സെക്കൻഡ് സംതിങ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത്രയും എടുക്കാൻ പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ അവർ അതിലും ഒരുപാട് കുറവായിരുന്നു. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ട്രാറ്റജി എനിക്ക് ഫീൽ ചെയ്തില്ല. അത് മാത്രമല്ല താഷി 90 സെക്കൻഡ്സ് ഒക്കെ അവർ എടുത്തു എന്ന് പറഞ്ഞു. അതും എനിക്ക് അവരുടെ സ്ട്രാറ്റജി ഇല്ലായ്മയാണ് എനിക്ക് മനസ്സിലായത്. അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ താഷിക്ക് കുറച്ചും കൂടി നിയറസ്റ്റ് ആയിട്ടെങ്കിലും അവന് ടൈം പറയാനായിട്ട് പറ്റിയേനെന്ന് എനിക്ക്
തോന്നി. അതിനെപ്പറ്റി ഇപ്പോൾ ജഡ്ജസ് പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ടെൻഷൻ ഫാക്ടർ ഉണ്ടാവും. ഫസ്റ്റ് അവരുടെ ഗെയിമായിരുന്നു, അപ്പോൾ അവർ ഒരുപാട് ടെൻസ്ഡ് ആയി കാണും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓവർ കൗണ്ട് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചില സമയത്ത് നമ്മൾ സെക്കൻഡ്സ് ചിലർ കൂടുതൽ കൗണ്ട് ചെയ്യും, ചിലർ വളരെ കുറവ് കൗണ്ട് ചെയ്യും. അപ്പോൾ പുള്ളി ടെൻഷൻ ആയിരിക്കാം. അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഗെയിമിൽ ലക്കും അൺലക്കും ബാഡ് പ്ലേയോ അല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മെഷീൻ, അതിൻ്റെ ഒരു ടെക്നിക്കൽ എറർ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് പലപ്പോഴും ആ സ്വിച്ച് പ്രസ് ആവുന്നില്ല, അല്ലെങ്കിൽ പ്രസ് ആവുന്നത് ഈ കളിക്കുന്നവർക്ക് അറിയുന്നില്ല. അപ്പോൾ അവർ കൊടുക്കണം എന്നറിയുന്നില്ല. അതെ, അവർ പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ലാത്ത പോലെയാണ്. അവർക്ക് അതിനൊരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചില സമയത്ത് മെഷീൻ മാൽ ഫങ്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഈ പറഞ്ഞ ടാപ്പിങ് ചില സമയത്ത് നടക്കുന്നില്ല. ചിലർ ടാപ്പ് ചെയ്തെന്നും പറഞ്ഞാൽ അതിനെ തലോടിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് വളരെയധികം ഈ ഗെയിമിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് സെക്കൻഡ് ടീമിന് സംഭവിച്ചത്. അവിടെ അൺലക്ക് ഒരു വലിയൊരു ഫാക്ടറായിട്ട് വന്നു. എസ്പെഷ്യലി പ്രണവിൻ്റെ ടീമിൻ്റെ കാര്യത്തിൽ അവരെനിക്ക് കുറച്ചുകൂടെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്തത്. അവർ 5 സെക്കൻഡ്സോ 6 സെക്കൻഡ്സോ കൗണ്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആദ്യം പ്രണവ് ടാപ്പ് ചെയ്തു, ദെൻ എഗെയിൻ പിന്നെയും ടാപ്പ് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെയും ടാപ്പ് ചെയ്തു. സോ പ്രണവ് പോകുന്ന സമയത്ത് ആക്ച്വലി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ വരുന്ന ആൾക്കാർ ഇത് പിന്നെ പോസ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ അവർ വെയിറ്റ് ചെയ്യാണ്, കൗണ്ട് ചെയ്യുന്ന സമയത്ത് മുഴുവൻ അത് നടക്കുന്നില്ല, സ്റ്റോപ്പ് വാച്ച് നടക്കുന്നില്ല. സോ ജഡ്ജസ് 1 ടൈം അത് കറക്റ്റ് ചെയ്തു. അതിനുശേഷം പോകെ അവർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപർണ എന്ന് പറഞ്ഞ പ്ലെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് ആക്കിയില്ല. സോ പിന്നെ അങ്ങോട്ടേക്ക് വന്ന പ്ലെയേഴ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണ്. സോ അവർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് വാച്ച് നടക്കുന്നില്ല. ഇങ്ങനെ ആയതുകൊണ്ടാണ് അവർക്ക് ആക്ച്വലി ഭയങ്കര സമയം കുറഞ്ഞു പോയത്. എന്നിട്ട് ഒരു 42.62 സെക്കൻഡ്സ് എന്തോ എടുത്തു. സോ അവർ ശരിക്കും അവരുടെ ടൈമിംഗ് വെച്ച് കളിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് they will exceed 60 seconds അല്ലേ? അവർ ജയിക്കുമെന്നല്ല, ചിലപ്പോൾ 60 സെക്കൻഡിന് മേലെ അവർ പോയിട്ടുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. തേർഡ് ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് അവർക്ക് ഡിസ്കസ് ചെയ്യാൻ കൊടുത്ത 1 മിനിറ്റ് തൊട്ട് നമ്മൾ അവരുടെ ഇഷ്യൂസ് കാണുന്നുണ്ട്, അവർക്കിടയിൽ കോൺഫ്ലിക്ട്സ് റൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗെയിം കളിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ സ്ട്രാറ്റജി കംപ്ലീറ്റ്ലി പാളിപ്പോയി. ഒരു തരത്തിൽ അത് വർക്കാകും, മേ ബി അത് എല്ലാവരും ടീമിലുള്ള എല്ലാവരും അതിനനുസരിച്ച് കളിക്കുകയാണെങ്കിൽ. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെഗ് ഫാക്ടർ വരികയാണെങ്കിൽ. പക്ഷേ ഇവിടെ എല്ലാം തെറ്റിപ്പോയി. അങ്ങനെ ആദ്യത്തെ എല്ലാവരും ഒരു സെക്കൻഡ് ടാപ്പ് ചെയ്തിട്ട് അവസാനത്തെ ആൾ ഏറ്റവും കൂടുതൽ സെക്കൻഡ് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ടീമിൽ പലർക്കും ഈ പ്ലാൻ ഉണ്ടായിരുന്നില്ല, അങ്ങനെ യോജിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ആണോ ഇനിയിപ്പം എന്തുകൊണ്ടാണെന്നറിയില്ല, കംപ്ലീറ്റ്ലി അവരുടെ സ്ട്രാറ്റജിയും പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു, ടീം വർക്ക് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി. അതിൽ ഷാനു എന്ന് പറഞ്ഞ പ്ലെയർ ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് ടാപ്പ് ചെയ്ത് വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പുള്ളിക്കാരൻ എന്തോ 15 സെക്കൻഡ്സ് ടാപ്പ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് പോയി. അപ്പോൾ പുള്ളിക്കാരനൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇവരെത്ര ചെയ്തു എന്നുള്ളത്. സോ മൊത്തത്തിൽ അത് 35 33 അത്ര എന്തോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ അത് ഭയങ്കര പുവർ പ്ലേ ആയിരുന്നു അവരുടെ. ടീം കോർഡിനേഷൻ ഒട്ടുമില്ലായിരുന്നു, ടീം കോർഡിനേഷൻ ഒട്ടുമില്ലായിരുന്നു. അതിലെനിക്ക് ഷിൻജിത്ത് പറഞ്ഞ ഇത് പ്ലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു, ഞാൻ ഓൾറെഡി ടീമിൻ്റെ അടുത്ത് പറഞ്ഞതാണ് 6 സെക്കൻഡ്സ് വെച്ചിട്ട് 9 പേര് ചെയ്യുക, ദെൻ 10ാമത്തെ ആള് ഒരു 4 സെക്കൻഡ്സ് ഒക്കെ എടുത്താൽ മതി, അപ്പോൾ കുറഞ്ഞാലും കുഴപ്പമില്ല, എന്നാൽ 60 സെക്കൻഡിനോട് അടുത്താകുമെന്ന് പറഞ്ഞു. വിച്ച് വാസ് എ ബ്രില്യൻ പ്ലാൻ, വർക്കൗട്ട് ആയിരുന്നെങ്കിൽ. സോ അവരത് കേട്ടില്ല, അവരെല്ലാവരും 1 സെക്കൻഡ്. എനിക്ക് ഇതിൻ്റെ ലോജിക്ക് തന്നെ സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല, വൈ ദേ റിലൈഡ് ഓൺ 1 പേഴ്സൺ എന്നുള്ളത്. അത് തന്നെ ജഡ്ജസും ചോദിക്കുന്നുണ്ട്, അവരെന്തുകൊണ്ടാണ്. വേണമെങ്കിൽ അത് നടക്കും, പക്ഷെ അവസാനത്തെ ആള് കൃത്യമായിട്ട് കളിക്കണം. ബാക്കിയുള്ളവർ പോകുന്നത് അതിനനുസരിച്ചൊരു സിങ്ക്രണൈസ്ഡ് വേയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ. ടീം ഡിയുടെ കാര്യത്തിൽ ടീം ബിക്ക് പോയ ലക്ക് എല്ലാം കൂടി ടീം ഡിക്ക് കിട്ടിയതുപോലെയായിരുന്നു. ബട്ട് ദേ ഓൾസോ ഹാഡ് എ ബ്രില്യൻ പ്ലാൻ. 5 സെക്കൻഡ്സ് വെച്ചിട്ട് ഓരോരുത്തരും എടുക്കുക എന്നുള്ള പ്ലാനിൽ തന്നെയാണ് അവർ പോയത്. പക്ഷേ ലോലിത സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ദെൻ നെക്സ്റ്റ് പേഴ്സൺ വന്നു, പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റോപ്പ് ചെയ്തു. സോ അവരുടെ ആ സൈക്കിൾ അവിടെ കൊണ്ട് എൻഡ് ചെയ്തു. ദെൻ അടുത്ത ആളിങ്ങനെ വന്നു, അവർക്ക് 15 സെക്കൻഡ് ലൊലീറ്റയും പിന്നെ അഫ്നിയാസാന്ന് തോന്നുന്നു പുള്ളിക്കാരിയും കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഓരോരുത്തർ 5 സെക്കൻഡ്സ് ഓൾമോസ്റ്റ് കൗണ്ട് ചെയ്ത് തന്നെയാണ് കറക്റ്റായിട്ട് പോയത്. എനിക്ക് തോന്നുന്നു ജെറ്റി മാത്രമാണ് 3 സെക്കൻഡ്സ് എടുത്തത്, ബാക്കി എല്ലാവരും ഓൾമോസ്റ്റ് 5 സെക്കൻഡ്സ് വെച്ച് തന്നെ കൗണ്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിൽ വീണ്ടും എറർ ഒക്കെ സംഭവിച്ചു.
അതെ, പക്ഷെ ആ എറർ അവർക്ക് ബാധിച്ചില്ല സത്യം പറഞ്ഞാൽ. എൽദോ എന്ന് പറഞ്ഞ പ്ലെയർ സ്റ്റാർട്ടും ചെയ്തില്ല സ്റ്റോപ്പും ചെയ്തില്ല. സോ പുള്ളിയുടെ ടൈം റെക്കോർഡ് ആയിട്ടേ ഇല്ല. എന്നിട്ടും അവര് അറൌണ്ട് 51 സെക്കൻഡ്സോളം എടുത്തു. വൈ? ബിക്കോസ് 15 സെക്കൻഡ്സ് ഓൾറെഡി കിട്ടിയായിരുന്നല്ലോ. സോ എൽദോയുടെ 5 സെക്കൻഡ്സ് അവർക്ക് അവിടെ പോയെങ്കിലും ദേ ഓൾറെഡി മെയ്ഡ് അപ്പ് ഫോർ ദാറ്റ്. സോ അത് അവർക്ക് ലക്ക്, പ്യുവർ ലക്ക് കൊണ്ട് അവർ നല്ല സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ട്. സോ എവറിത്തിങ് പ്ലേഡ് വെൽ. ഒത്തൊരുമിച്ച് വന്നത് അവരുടെ ഗെയിമിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ ഗെയിമിൽ വിന്നറായി. എന്തായാലും ഈ ഒരു ഗെയിമില് തോറ്റത് നമ്മുടെ ടീം സി, അബ്രാമിന്റെ ടീമാണ്. അതിൽ 2 പേരായിരുന്നു ഇൻഫിനിറ്റി പെൻഡന്റ് ഹോൾഡ് ചെയ്തിരുന്നത്. ഒന്നാമത്തേത് നമ്മുടെ ശ്യാമും പിന്നെ ഷിജുലാലും. ആൻഡ് അവർക്ക് 2 പേർക്കും അവരുടെ പെൻഡന്റ് ലോസ്റ്റ് ആയി. ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള സംഭവമായിരുന്നു ഫണ്ണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കിയുള്ള ഇൻഫിനിറ്റി പെൻഡന്റ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഈ എലിമിനേഷന് വേണ്ടി അല്ലെ ഡേഞ്ചർ സോണിലേക്ക് അല്ലെ ഔട്ട് ഹൗസിലേക്ക് വേണ്ടി ഒരാളെ ചൂസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവര് പല പല തീരുമാനങ്ങളാണ് പറഞ്ഞത്. ആൻഡ് അതിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് രഞ്ജിനി വാസ് ഭയങ്കര ദേഷ്യം വന്നു. കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടും യുനാനിമസ്ലി ഒരു തീരുമാനം എടുക്കാഞ്ഞത് കൊണ്ടും ഒക്കെ. ആൻഡ് അവരുടെ എല്ലാവരുടെയും പെൻഡന്റ് ഊരി വാങ്ങിച്ചോണ്ട് പോയി. ആൻഡ് അവരുടെ പവേഴ്സ് എല്ലാം ലോസ്റ്റ് ആയി. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇൻഫിനിറ്റി പെൻഡന്റിന് ഈ ഗെയിമിൽ ഇതുവരെ പ്രത്യേകിച്ച് ഒരു റോളും ഉണ്ടായില്ല. അങ്ങനെ എല്ലാവർക്കും അത് നഷ്ടപ്പെട്ടു. എലിമിനേഷനിലേക്ക് വന്നപ്പോൾ ബിജു ആണ് എവിക്റ്റഡ് ആയി പോയത്. എനിക്ക് ബിജു അത്ര പെർഫോമിംഗ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് നോട്ടീസ് ചെയ്യാൻ പാകത്തിനൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. മേ ബി ബിഗ് ബോസ് ലെവലിലേക്ക് വരുമ്പോൾ അത് കുറച്ച് എക്സ്ട്രാ വേണം എന്തൊക്കെ പറഞ്ഞാലും എന്നെനിക്ക് തോന്നുന്നു. മേ ബി ആ ഒരു ലെവലിൽ പുള്ളി എത്തിയിട്ടുണ്ടാവില്ല. പിന്നെ പെർഫോമൻസിൽ കുറച്ച് കുറവായിരുന്നു. ബട്ട് പുള്ളി കുറച്ച് ഫണ്ണായിട്ട് കാര്യങ്ങൾ പറയുമായിരിക്കും. അതിനപ്പുറത്തേക്ക് പുള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് ആകെ നോട്ടീസ് ചെയ്യുന്നത് ആ ഒരു ഗെയിമിൽ ഷിജുലാലിൻ്റെ അടുത്ത് ഇവനെ ക്യാപ്റ്റൻ ആക്കാം എന്നെന്തോ പറഞ്ഞ ആ ഒരു ഡയലോഗില്ലേ, അതായത് ഇവനെ അത്ര ഇതൊന്നും അല്ല എന്നാലും ഇവൻ ആ സമയത്താണ് ഞാൻ പുള്ളിനെ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. എനിക്ക് വേറെ എവിടെയും പുള്ളീനെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആരാധ്യ പോയി, നിതിൻ പോയി, റാഷ പോയി. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഇവരെ ആരെയും ഞാനും സത്യം പറഞ്ഞാൽ നോട്ടീസ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ തന്നെ ആയിരുന്നു. ശരിയാ, ഇവര് ജഡ്ജസ് വിളിച്ചപ്പോഴാണ് അങ്ങനെ ഫീൽ ചെയ്തത്. പക്ഷെ ആരാധ്യയുടെ കാര്യത്തിൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം അതൊരു ഗുഡ് ചോയ്സ് ആണ് ഫോർ ഹർ. ബിക്കോസ് ഇവിടുന്ന് പോയതിന് ശേഷം കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ട് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടി എനിക്ക് കറക്റ്റ് ചോയ്സ് ആയിട്ടൊക്കെ തന്നെ തോന്നിയത്. ബിക്കോസ് ഈ പറഞ്ഞതുപോലെ ജഡ്ജസ് വിളിക്കുമ്പോഴാണ് പലരെയും നമ്മളും പെട്ടെന്ന് ഓക്കെ എന്നുള്ള രീതിയിൽ ഇപ്പം തന്നെ പലരും നോട്ടീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഈ ഒരു ഫസ്റ്റ് ടാസ്ക് തുടങ്ങുന്ന ശരിക്കുള്ള ഈ 40 പേരും കൂടെ ഉള്ള ഗെയിം തുടങ്ങുന്നത് ഇന്നത്തെ ദിവസം ഈ 3rd ഡേ ആണെങ്കിൽ പോലും പലരും ഇപ്പം ഷിജുലാൽ, ശ്യാം, ഇവരെയൊക്കെ പ്രണവ്, ഇവരെയൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ അത്രയും മുന്നോട്ട് വരാൻ പറ്റുന്ന ആൾക്കാരെയാണ് ഇവരും നോക്കുന്നത്, ജഡ്ജസും നോക്കുന്നത്. അത്രയും കൊണ്ട് ഷൈൻ ചെയ്യാതെ നിൽക്കുന്നവരെയാണ് ഇവർ ചൂസ് ചെയ്ത് കളയുന്നത്. ആൻഡ് ഇവരുടെ ജഡ്ജ്മെന്റ് എനിക്ക് കുറച്ച് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. ബിഗ് ബോസ് അധികം കാണാത്തത് കൊണ്ട് ആദ്യം ഇതിലെ ഗെയിമിലുള്ള നെഗറ്റീവ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതിലൊരു ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മെക്കാനിസം, അതിൽ ഒരു ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട് അവർക്ക് ഈ പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യാന്ന് പറയുന്നത്. ബിക്കോസ് ഗെയിം മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയാസ് അവരതിനു വേണ്ടി കണക്ക് കൂട്ടുന്നുണ്ട്. എനിക്ക് അതിപ്പോൾ കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആകെ ഒരു തിങ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ട്രഡീഷണൽ വേയിൽ നിന്ന് ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. ബട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കുറേയൊക്കെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എപ്പിസോഡ് 3. ആൻഡ് നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എപ്പിസോഡ് 4 പറ്റിയാണ്. ഈ എപ്പിസോഡിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതുപോലെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഒരു ബിഗ് ഗെയിമാണ്. കേട്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങ് ആകെ തലയ്ക്ക് ബാലൻസ് ആയി. ബിക്കോസ് അത് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. രാകേഷ് അതിൻ്റെ റൂളൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയൊരു എസ്സേ പറയുന്നൊരു ഫീലിലേക്ക് എത്തി. ഇതിൽ ആക്ടിങ് ഉണ്ട്, ഈറ്റിംഗ് ഉണ്ട്, ബാലൻസിങ് ഉണ്ട്, പസിലുണ്ട്. അതെന്തല്ലേ എന്തൊക്കെ മാത്രല്ല പിന്നെ വേറൊരു സംഭവം, അതിനിപ്പോ ഏത് കാറ്റഗറി പെടുത്തുന്നത് ഇങ്ങനെ തീപ്പെട്ടി. ഓ ശരി, അതിൻ്റെ ഇടയിൽ ഫിംഗർ ടാപ്പ്, ബട്ട് അത് കൂടിയുണ്ട്. അപ്പോൾ 5 ഗെയിമുണ്ട്, 5 ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊരു സംഭവ ബഹുലമായൊരു ഗെയിം സിസ്റ്റം ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടും കൂടിയാണെന്ന് തോന്നുന്നു ആ ഒരു എപ്പിസോഡിൽ നമ്മൾ അത് കുറേ എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു അഗ്നിപരീക്ഷയിൽ ഫസ്റ്റ് എപ്പിസോഡ് വാസ് ആവറേജ്, second episode was really hyped, and third episode was average, and fourth episode average എന്ന് പറയുമ്പോൾ ഞാൻ ഒട്ടും മോശം എന്നല്ല കേട്ടോ പറയുന്നത്. പക്ഷെ fourth episode ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഓരോ എപ്പിസോഡും അവർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ കണ്ടുകൊണ്ടിരുന്ന പോലെ അല്ല ഇപ്പം നമ്മളത് കാണുന്നത്. ഇൻഫാക്ട് ഇപ്പം ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഡിഫറൻസ്. ഫോർത്ത് എപ്പിസോഡിൽ നമ്മൾ ഈ 5 ഗെയിം, അതായത് ലെവൽ ആദ്യത്തെ ഗെയിം കഴിഞ്ഞിട്ട് അവർ ടാഗ് ചെയ്തിട്ട് വേണം അടുത്ത ഈറ്റിങ്ങിലേക്ക് പോകാൻ. അത് കഴിഞ്ഞ് ടാഗ് ചെയ്തിട്ട് വേണം
ബാലൻസിങ്ങിലേക്ക് പോകാൻ അങ്ങനെയായിരുന്നു. ആക്ച്വലി ഗെയിം കണ്ടോണ്ടിരുന്നപ്പോഴാണ് അതിന്റെ റൂളൊക്കെ പഠിച്ചത് തന്നെ. ഈ വായിച്ചത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഗെയിം കണ്ടോണ്ടിരുന്നപ്പോൾ ഓക്കെ അപ്പോഴാണ് ഈ ടാപ്പിംഗ് പോലും ഞാൻ ശ്രദ്ധിക്കുന്നത്. അതെ, 4th ഡേയിൽ ആർക്കും ക്യാപ്റ്റൻസി ഒന്നും കൊടുത്തില്ല. നമ്മുടെ രഞ്ജിനി, റനീഷ, റിയാസ് ആൻഡ് അഖിലിന്റെ ടീമായിട്ട് എല്ലാവരെയും ഒരു 36 പേരെ എല്ലാവരെയും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ആൻഡ് അതിനുശേഷം ഗെയിം കളിപ്പിച്ചത് ഈ പറഞ്ഞ 5 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റേജസ് ഉള്ള ഗെയിം ആയിരുന്നു, വിച്ച് ഇസ് എ ബിഗ് ഗെയിം. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് ഈറ്റിംഗ് ഗെയിം ആയിരുന്നു. എൻ്റെ അമ്മ അത്രയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആൾ വടിയായി പോകുമെന്ന് തോന്നിപ്പോ. അത്രയ്ക്കും കഴിക്കാൻ പറ്റുന്ന, അതും 2 ആൾക്കാർ അത് കഴിച്ച് തീർക്കണം. 2 ഗ്ലാസ് ലസ്സി, ഒരു ബിഗ് ബർഗർ, പിന്നെ ഒരു ഫുൾ പ്ലേറ്റ് കുഴിമന്തി. ഇത്രയും സാധനങ്ങളാണ് 2 പേര് കഴിക്കേണ്ടത്, വിച്ച് വാസ് എ ടീഡിയസ് ടാസ്ക്. ഇത് കഴിച്ചവർ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കാണുന്ന പോലെ എല്ലാം ടഫാണെന്ന്. ആക്ച്വലി ഭക്ഷണം ആസ്വദിക്കാനുള്ളൊരു സമയം അവിടെ ഇല്ല. മാക്സിമം ഫുഡ് എത്രയും പെട്ടെന്ന് കുത്തിക്കയറ്റുക, അതാണ് ഈ തീറ്റ മത്സരത്തിലുള്ള സംഭവം. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് ഏറ്റവും കൂടുതൽ കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് അത്രയും എളുപ്പമുള്ളൊരു കാര്യമൊന്നും അല്ല. പക്ഷെ അത് സെക്കൻഡ് ഗെയിമാണ്. ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതായിട്ട് ആക്ട് ചെയ്യേണ്ട ഒരു ഗെയിമാണ്. അതും അത്ര സിമ്പിളാന്ന് ഞാൻ പറയില്ല. ബിക്കോസ് നമുക്കൊരു അപ്രോക്സിമേറ്റ് വെയിറ്റ് തരും. അതിൽ ആക്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ തമാശ മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ടോട്ടലി അയാൾ എത്രത്തോളം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു സ്കില്ല് കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടീം എടുത്തു കഴിയുമ്പോൾ ഇവരാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതെ, 1 മിനിറ്റ് അവർക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് കൊടുക്കും. ആരാണ് ഏത് ടാസ്ക് ആണ് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഓരോ ടാസ്കിലേക്കും അസൈൻ ചെയ്യാമെന്നുള്ളതാണ്. ആൻഡ് ഇതിനകത്ത് ഈ വെയിറ്റ് ലിഫ്റ്റിംഗിന്റെ സാധനത്തിൽ എനിക്ക് തോന്നുന്നത് തെർമോക്കോൾ കൊണ്ട് ഉണ്ടാക്കിയ എന്തോ സാധനമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണ്. ആ സാധനത്തിന് ഇപ്പോൾ 140 കിലോ ഉണ്ടെന്ന് പറയുമ്പോൾ അത് എങ്ങനെ പൊക്കും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം അത് പൊക്കാനായിട്ട്. അതാണെങ്കിൽ പോലും നമ്മുടെ രാകേഷും സാബിറയും കൂടിയാണ് ഈ ടാസ്കിന് വേണ്ടി, അതായത് ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ആക്ടിങ് ടാസ്കിന് വേണ്ടി വന്നത്. ആൻഡ് രാകേഷിനോട് പറഞ്ഞത്, അഖില് പറഞ്ഞത് 140 കിലോ ഉള്ള ബാരൽ, എന്താ അതിന് പറയുന്നത് ഈ സാധനം 2 സൈഡിൽ ഇതുള്ള സാധനം, അതിനെന്താ പറഞ്ഞത് ആ സാധനം. ഓക്കെ, എനിക്ക് ജിമ്മുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാരണം കൊണ്ട് അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊക്കുന്ന സാധനം, അത് പൊക്കാൻ പറഞ്ഞത് 140 കിലോ. അമാനുഷിക ശക്തിയുള്ള ആൾക്കാർക്ക് വല്ല അങ്ങനെ പൊക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ അത്രയും വലിയൊരു ബോഡി ബിൽഡറോ വല്ല ആയിരിക്കട്ടെ അത് പൊക്കണമെന്ന്. പുള്ളി അത് നെഞ്ചുവരെയോളം പൊക്കി, എന്നിട്ട് താഴെ ഇട്ടു. ഒന്ന് ആലോചിച്ച് നോക്കണേ, 140 കിലോ ഉള്ള സാധനം. അത് ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ അഖിലത്രയൊക്കെ പൊക്കുമല്ലേ എന്ന് പറഞ്ഞ് തമാശയ്ക്ക് അവരെ കൺവിൻസ്ഡ് ആണെന്നും പറഞ്ഞാണ് വിട്ടത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ കൺവിൻസിങ്. അവർ റിപ്പീറ്റ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടാസ്ക് കൊടുത്ത് അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയോ ആയിരുന്നു ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ എന്താ പറയുക, ലെറ്റ് ഗോ. ആക്ടിങ് ഒരു മീഡിയോക്കർ കൺവിൻസിങ് ലെവൽ എന്നേ പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അങ്ങനെ കൺവിൻസിങ്. രണ്ടുപേരും മറ്റേ 40 കിലോ ആയിരുന്നു, 40 കിലോ ആയിരുന്നു. അപ്പോഴും ഈസി ആയിട്ട് പൊക്കുന്നതായിട്ടൊക്കെ കണ്ടു. പക്ഷേ പിന്നെ രാകേഷ് എന്റർടൈൻ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നൊരു ഫാക്ടർ ഉണ്ട്. മേ ബി അത് അവർക്ക് ചിലപ്പോൾ ഇത്തിരി രാകേഷിന് കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ ആക്ടിങ് അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. ആൻഡ് അത് പുള്ളി കുറച്ചും കൂടി രസമാക്കായിരുന്നു. പുള്ളിക്ക് അത് പൊക്കാൻ പറ്റുന്നില്ല. പുള്ളി കാലക്കിടന്ന് മെഴുകുകയായിരുന്നെങ്കിൽ കൂടി അത് ദാറ്റ് വാസ് റിയലി കൺവിൻസിങ് ആയേനെ. പക്ഷെ ജഡ്ജസ് എന്തോ എന്റർടൈനിങ് ആയതുകൊണ്ടായിരിക്കും. അപ്പൊ ജഡ്ജസ് അത്രയും വലിയൊരു പ്രശ്നമായിട്ട് അതിനെ കണ്ടില്ല. പിന്നെ ഈറ്റിങ്ങിൽ എന്റെ ഓർമ്മയിൽ ഷിജുലാനും താഷിയുമാണ് ഇതിലേക്ക് ഈറ്റിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്തത്. പക്ഷെ താഷി ഒരു ബർഗറും കൊണ്ടിരുന്നു, അതിനധികം കഴിച്ചില്ല, അവനെ കൊണ്ട് അത്രയ്ക്ക് പറ്റിയില്ല എന്ന് തോന്നുന്നു. ബട്ട് ഷിജുലാൻ എൻ്റെ പൊന്നോ, ഹാറ്റ്സ് ഓഫ്. എന്നാ രീതിയിൽ അത് കഴിച്ചതറിയാം. അപ്പോൾ അവൻ കുത്തി കയറ്റി എങ്ങനെയൊക്കെയോ കഴിച്ച് ഒരു പരുവായിട്ടുണ്ടായിരുന്നു. മിക്കവരും ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ അതിൽ പങ്കെടുത്തവർ അത് ഈസി ആയിട്ട് പതുക്കെ കഴിക്കാമെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ മത്സരത്തിൽ അങ്ങനെ പറ്റില്ലല്ലോ, കാരണം ഇവർ ടോട്ടൽ ടൈം ഇതിനകത്ത് കൗണ്ടിങ് വരുന്നുണ്ട്. എന്നാലും ഇവരുടെ ഫുഡ് ഈറ്റിംഗ്, പ്രത്യേകിച്ച് ഷിജുലാലിന്റെ ഫുഡിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. അതാണ് ഇവർക്ക് ഫസ്റ്റ് കിട്ടാനുള്ള ഒരു മെയിൻ കാരണം. അതുകൂടാതെ ഷിജുലാലിന് തന്നെയാണ് ഇൻഫിനിറ്റി പെൻഡന്റ് തിരിച്ചു കിട്ടിയത്. അതെ, തിരിച്ചു കിട്ടിയത് 2ാമത്തെ തവണയാണ് കിട്ടുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേ പോയതിന്റെ അത് തിരിച്ചു കിട്ടി. ആൻഡ് അതൊരു നല്ല പ്ലേ ആയിരുന്നു. ആൻഡ് ബാക്കിയുള്ള എല്ലാ ലെവൽസും നന്നായിട്ട് ചെയ്തു. ആൻഡ് സാബിറ എളുപ്പമുള്ള സംഭവമാണ് മറ്റേ ഈ മോളിൽ കൂടെ ഇങ്ങനെ ബോളും പിടിച്ചിട്ട് പൈപ്പിൽ വെച്ചോണ്ട് ബാലൻസിങ് ഗെയിം, അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പിന്നെ പസിൽ മറ്റേ ഇത് ഫിംഗർ ടാപ്പും വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടഫ്, എന്നെ സംബന്ധിച്ചുള്ളത്
ടഫായിട്ടുള്ള ഒരു ഗെയിമാണ്. അത് ടഫ് തന്നെയാണ്. എനിക്ക് അത് കാണുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ വീട്ടിൽ ചലഞ്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറേ സമയം കളയും. പിന്നെ പസിലാണെങ്കിലും വലിയ പ്രശ്നം, പസിൽ അത്രയും ടഫല്ല. ഷിബിന കുറച്ച് ടൈം എടുത്തു. അത് അവരുടെ അഖിലിന്റെ ടീമിൽ ഷിബിന ആയിരുന്നു ആ പസിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പുള്ളിക്കാരി കുറച്ച് ടൈം ആക്ച്വലി ഒരു എറർ എന്തോ വന്നായിരുന്നു, പക്ഷെ അവിടെ ഓഡിയൻസ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് റോങ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ. ആൻഡ് അപ്പോഴും നമ്മുടെ ആ ടൈമിലാണോ എന്നറിയത്തില്ല, നമ്മുടെ പൂജ ഒച്ച ഉണ്ടാക്കി പൂജയ്ക്ക് പിന്നെ വാണിംഗ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പൂജ ഓൾവേസ് എ ട്രബിൾ മേക്കർ. സെക്കൻഡ് ടീമിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഫസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്, ആക്ടിങ്. പൂജ ആൻഡ് അസിയ. അപ്പോൾ അവരുടെ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ അത് ജഡ്ജസും പറഞ്ഞു, കണ്ടു കഴിഞ്ഞപ്പോൾ ക്രിഞ്ചായിരുന്നു എന്നുള്ള കാര്യം. ആൻഡ് ഇറ്റ് വാസ് എ ഫാക്ട്. ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് വെറൈറ്റി ഒക്കെ പിടിക്കാൻ നോക്കി, പക്ഷെ സത്യം പറഞ്ഞാൽ അവിടെ കളിച്ചുകൊണ്ടിരുന്നവർക്കും ക്രിഞ്ചായിരുന്നു, കണ്ടുകൊണ്ടിരുന്ന നമുക്കും ക്രിഞ്ചായിരുന്നു, ക്രിഞ്ച് അടിച്ചായിരുന്നു. അത്രയും ശോകം പെർഫോമൻസ് ആയിരുന്നു. ഇത്ര ഓവറാക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് ആണ് അവരുടെ ടീമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും. മൊത്തത്തിൽ ഒരു ടീമിൻ്റെ ആ ഒരു പെർഫോമൻസിനെ കുറേയൊക്കെ അത് ബാധിക്കുകയും ചെയ്തു. കാരണം നമ്മൾ ആ ഒരു ക്രിഞ്ച് കിട്ടി അതിൻ്റെ അകത്ത് ഇരുന്ന് പോകുന്നൊരു ഫീലായിപ്പോയി. അവർക്ക് ഈ ഗെയിം അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് എനിക്ക് തോന്നി. പൂജയും അസിയയ്ക്കും ഇത് ആക്ച്വലി എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ ഒരു സാധനം. ആദ്യത്തെ ലെവൽ എത്രയും പെട്ടെന്ന് തീർക്കുക, അതിന് സെക്കൻഡ് ലെവൽ എത്രയും പെട്ടെന്ന് തീർക്കുക. അങ്ങനെ ആ ടൈം എടുക്കുന്നതിനാണ് അതിനകത്ത് കുറവ് വരുന്നതിലാണ് പോയിന്റ്സ്. പൂജ കിടന്ന് ആക്ട് ചെയ്ത് മെഴുകുന്നത് കാരണം കൊണ്ട് അവർ ആ വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ എത്താൻ തന്നെ മതി മോളെ എടുക്ക് എന്നുള്ള രീതിയിൽ രഞ്ജിനിയൊക്കെ പറഞ്ഞു. എപ്പോഴാണ് അത് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ തീറ്റ മത്സരം നല്ലതായിരുന്നു. പിന്നെ കമ്പാരിറ്റീവ്ലി വേറെ സംഭവങ്ങൾക്കൊന്നും വലിയ ടഫ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് എന്നാലും ഓവറോൾ അവരുടെ ടീമിനെ മൊത്തത്തിൽ അത് ബാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫോമൻസിലായിരുന്നു പൂജ, അസിയ ആൻഡ് ജെറ്റി. എനിക്ക് എല്ലാം കമ്പാരിറ്റീവ്ലി കറക്റ്റായിട്ട് തന്നെ തോന്നിയത്. പിന്നെ രചനയ്ക്ക് ഇതിൽ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടി. പ്രത്യേകിച്ച് അതിൽ ഫുഡ് ഈറ്റിംഗ് ആയിരുന്നു. പുള്ളിക്കാരി 2 ലസ്സിയും കുടിച്ചു, ആ ബർഗറും കഴിച്ചു. സോ ദ അതർ പേഴ്സണ് ആ കുഴിമന്തിയിൽ ഫോക്കസ് ചെയ്യാനുള്ള അവരുടെ സ്ട്രാറ്റജി നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ പുള്ളിക്കാരിക്ക് കൊടുത്തത്. അതെ അതെ, കാരണം മിക്സഡ് ആയിട്ട് കഴിക്കുമ്പോഴേക്കും കൂടുതൽ നമുക്ക് ഫുഡ് തികട്ടി തിരിച്ചു വരുന്ന, എസ്പെഷ്യലി ലിക്വിഡ് കുടിച്ചാൽ പെട്ടെന്ന് വയറ് നിറയും. സോ അത് അവർ നന്നായിട്ട് പ്ലേ ചെയ്തു. അവരുടെ ടീം നല്ല രീതിയിൽ അത് വർക്ക്ഔട്ട് ചെയ്തു. പിന്നെ ടീം സി, ഇവരുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് ആക്ട് എനിക്ക് കുറച്ചുകൂടി ഗുഡായിട്ട് തോന്നി. നല്ല രീതിയിൽ തന്നെയാണ് അവർ ആ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്തത്. പിന്നെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഷാമോനൊന്നും ഒട്ടും കഴിക്കാൻ പറ്റാതെ പോയി പുറത്തുനിന്ന് വോമിറ്റ് ചെയ്ത് വന്നിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്തു, എന്നിട്ട് കഴിക്കാനൊക്കെ നോക്കി. സോ അതൊരു ഫെയർ പ്ലേ ആയിട്ട് ജഡ്ജസിനും തോന്നിയില്ല അങ്ങനെ. പക്ഷേ ഇതിൽ സ്കോർ ചെയ്തത് മറ്റേ ഫിംഗർ ഫ്ലിപ്പ് ചെയ്ത് മാച്ച് സ്റ്റിക്ക് ഫ്ലിപ്പ് ചെയ്ത് ബൗളിലിടുന്ന ആ ഗെയിം കളിച്ച ആളാണ് ഷിൻജിത്ത്. അത് കളിച്ചത് കാരണം കൊണ്ട് ഷിൻജിത്തിനാണ് ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയത്. ആൻഡ് റെസ്റ്റ് എവരി വൺ കുഴപ്പമില്ലാത്ത ഇതന്നെ ഉള്ളൂ. അങ്ങനെ നോട്ടീസബിൾ ആയിട്ടൊന്നും ഷിൻജിത്തിന്റെയാണ് ബെസ്റ്റ് പെർഫോമൻസ്. പിന്നെ അനഘ, സോന, അഫിയനാസ് ആണ് ഔട്ട് ഹൗസിലേക്ക് പോയത്. ഫോർത്ത് ടീമിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ മുമ്പത്തെ ടീമിന്റെ കാര്യം പോലെ തന്നെ എല്ലാം ഗുഡായിരുന്നു. പ്രത്യേകിച്ച് ആക്ടിംഗ് ഒക്കെ വന്നപ്പോഴത്തേക്കും ഗുഡായിരുന്നു. പിന്നെ ലോലിറ്റയ്ക്ക് വീണ്ടും ഭാഗ്യം തുണച്ചു. ആകെ വന്നത് 5 കിലോ വെയിറ്റ് പൊക്കാനാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് ലോലിറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റി. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന അളകനന്ദയുടെ പെർഫോമൻസ് അത്രയും കൺവിൻസിങ് ആയില്ല. ബിക്കോസ് ലോലിറ്റ ഈസി ആയിട്ട് അത് പൊക്കിയപ്പോൾ അളകനന്ദയും ഈസി ആയിട്ട് പൊക്കി. പക്ഷേ പുള്ളിക്കാരിക്ക് കിട്ടിയത് 20 കിലോ വെയിറ്റ് ആയിരുന്നു. ആൻഡ് അത് കുറച്ച് കോമഡി ആയിട്ട് വന്നു. പിന്നെ ഇവരുടെ ടീമിൻ്റെ മൊത്തം ടാസ്കിലാണെങ്കിലും കുറേ ഡ്രാമാറ്റിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. കുറേ സംഭവബഹുലമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എസ്പെഷ്യലി ബൈ അമൽ. പിന്നീട് അതിൻ്റെ ഇഫക്റ്റ് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അമല് കിളി പോയ അവസ്ഥയിലായിരുന്നു മൊത്തത്തില്. അപ്പുറത്ത് പോയി മറ്റേ ബാലൻസിങ് സാധനം പിടിക്കേണ്ടതിന് വരും പുള്ളി അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറയുക ആൾക്കാരോട്. എനിക്ക് മനസ്സിലായില്ല അമൽ എന്താ ഉദ്ദേശിക്കുന്നത്. ഐ വാസ് ലൈക്ക് അതോ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനോട് പറയായിരുന്നു അറിയില്ല. പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത് വെച്ചാൽ ഞാനൊരു ബോഡി ബിൽഡറാണ്, ഞാനൊരു അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി ഈ ബാലൻസിങ് ആക്ടിലേക്ക് വോളണ്ടിയർ ചെയ്യാനുള്ള റീസൺ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും അല്ല, ഇവൻ ബാലൻസിങ് ആക്ടിലാണെങ്കിലും പുള്ളി കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു. ബാക്കി എല്ലാവരും ഈസി ആയിട്ട് അത് പാസ് ചെയ്ത് പോകുമ്പോൾ അമൽ കുറച്ചുകൂടി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ഷിജിൻ പ്ലേഡ് റിയലി വെൽ. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും ആ ആക്ടിൽ അധികം സമയം എടുക്കാതെ. ഷിജിൻ വാസ് റിയലി ഫാസ്റ്റ്, ബട്ട് അതിനും കൂടി സ്ലോ ആയിരുന്നു അമൽ. പിന്നെ അതുപോലെ ഫിംഗർ ടാപ്പ് ഗെയിം ആണെങ്കിലും പ്രവീൺ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു, പെട്ടെന്ന് തന്നെ ഗെയിം തീർത്തു. ജഡ്ജസിന് തന്നെ കാണാൻ പറ്റിയില്ല. ജഡ്ജസ് കാണുന്നതിന് മുന്നേ അത് കംപ്ലീറ്റ് ചെയ്തു.
പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അവരത് റിയലി നോട്ടീസ് ചെയ്തു. ആൻഡ് അവനാണ് ഇൻഫിനിറ്റി പെൻഡന്റ്. സോ അതായിരുന്നു ഇന്നത്തെ ഗെയിമിന്റെ, ഐ മീൻ ഇന്നത്തെ എന്ന് ഉദ്ദേശിച്ചത് 4th എപ്പിസോഡിലെ ഗെയിംസിന്റെ എൻഡ്. ആൻഡ് ഇതിൽ വിന്നിങ് ആയിട്ടുള്ള ഗെയിം വന്നത് അഖിലിൻ്റെ ടീം തന്നെയായിരുന്നു, ആദ്യം കളിച്ച ടീം. ആൻഡ് അവർക്ക് മുഴുവൻ പേർക്കും അതിൽ ആരൊക്കെ മറ്റേ ഔട്ട് ഹൗസിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും സേവ് ആകുകയും ചെയ്തു. അപ്പോൾ എലിമിനേറ്റ് ചെയ്യപ്പെട്ടതിൽ അനഘ ഉണ്ടായിരുന്നു. അനഘ വളരെ കൂളായിട്ടാണ് ഗുഡ് ബൈ പറഞ്ഞ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പോയത്. അതെനിക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് തുടക്ക സമയത്തൊക്കെ നമ്മൾ എലിമിനേറ്റ് ആകുമ്പോൾ അവിടെ കിടന്ന് കൂടുതൽ കരഞ്ഞ് മെഴുകുക എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. കുറച്ചുകൂടി കൂളായിട്ട് അതിനെ എടുക്കണം. കാരണം ഇനിയും മുന്നോട്ടേക്ക് കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനുണ്ട്, നേരിടാനുണ്ട്. ഇനി ഇവിടേക്ക് തിരിച്ചു വരാനാണെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് ഷീ ഹാൻഡിൽഡ് ഇറ്റ് വെരി വെൽ. അമലിൻ്റെ കാര്യത്തിൽ ഫണ്ണി ആയിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് അമൽ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത്, ഗെയിം കളിച്ച സമയത്ത് പുള്ളി ബോഡി ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. രഞ്ജിനി എന്താ പറയുക എക്സൈറ്റഡ് ആവുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ആൻഡ് നീ എന്തിനാ കാണിക്കേണ്ടത് കാണിക്കാതെ ഇപ്പം ഇതൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ഉള്ള അഖിലിൻ്റെ കമൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ കാണിച്ചിട്ടും എനിക്ക് രക്ഷയുണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയത്തില്ല. എലിമിനേറ്റ് ആയി പോയപ്പോൾ കക്ഷി ഒരു വാക്ക് പോലും മിണ്ടാതെ ഇറങ്ങിപ്പോയി. അസിയാണ് അടുത്തത് എലിമിനേറ്റ് ആയി പോയത്. ആൻഡ് പുള്ളിക്കാരി ഓർത്ത് ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടത്തില്ല എന്ന് കുറച്ചുകൂടി കൂളായിട്ട് നല്ല ഫണ്ണായിട്ട് ഒരാൾ ഇറങ്ങി പോകുന്നത് വീണ്ടും നമ്മൾ കണ്ടു. അതെ. ആൻഡ് അവരെല്ലാം നല്ല കൂളായിട്ട് അതിനെ എടുത്തിട്ട് പോയി. ആൻഡ് ഫണ്ണായിരുന്നു അത്. പൂജയുടെ ആക്ച്വലി വെറുപ്പിക്കലൊക്കെ കണ്ട് ഈ എപ്പിസോഡിലും കഴിഞ്ഞ എപ്പിസോഡിലും ഒക്കെ പൂജയുടെ വെറുപ്പിക്കൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വെറുപ്പിക്കുന്നവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു പ്രത്യേക സമ്പ്രദായം ബിഗ് ബോസിലുള്ളതുകൊണ്ട് ഐ എക്സ്പെക്ടഡ് പൂജ നിൽക്കുമെന്ന്. ബട്ട് ലക്കിലി താങ്ക് ഗോഡ് അവൾ പോയി. റെസ്പോൺസ് രഞ്ജിനി പറയുന്നുണ്ട്. കാരണം രഞ്ജിനി പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ട് തോന്നി. കാരണം ഈ ഒച്ചപ്പാടായാലും ബഹളമായാലും അഗ്രഷൻ ആയാലും എന്തായാലും അതിനൊക്കെയും ഒരു അളവ് തന്നെയുണ്ട്. അത് കൂടുതലായിട്ട് അത് കാണിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് സ്ട്രാറ്റജിക്കും അപ്പുറത്തേക്ക് പോകുന്ന ഒന്ന് തന്നെയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ വളരെ അനോയിങ് ആയിരുന്നു. ആൻഡ് പൂജയെ എവിക്റ്റ് ചെയ്തത് വളരെയധികം കറക്റ്റായിട്ടുള്ളൊരു ചോയ്സ് ആയിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ശ്യാം ഐ തിങ്ക് ഹി ഹാസ് പൊട്ടൻഷ്യൽ. ആൻഡ് ജഡ്ജസിന് ഓൾസോ അത് ഫീൽ ചെയ്തതുകൊണ്ട് ശ്യാമിനെ കണ്ടിന്യൂ ചെയ്തു, അങ്ങനെ സേവ് ചെയ്തു. സോ അതോടെ ഇന്നത്തെ 4th എപ്പിസോഡും കംപ്ലീറ്റ് ചെയ്തു. 5ാമത്തെ എപ്പിസോഡിൽ ഗെയിം കളിക്കുന്നതിനായിട്ട് ടീം തിരിച്ചപ്പോൾ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയിട്ടുള്ള 4 പേര്, അവരുടെ കീഴിൽ വരുന്ന 4 ടീമുകൾ അവർ ഫോം ചെയ്തു. റിയലി ഗുഡ്. ആൻഡ് അവരുടെ ഗെയിം അത് ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഗെയിം എന്നാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് കളിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഗെയിം. അത് കൂടാതെ ബിഗ് ബോസിൽ മുമ്പ് കളിച്ചിട്ടുള്ള ഒരു ഗെയിം, ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു ഗെയിം. അവിടുത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ മിക്കവരും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നുണ്ട്. അവർ തീർച്ചയായിട്ടും കാണുമല്ലോ. അത് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഇവർ കാണാതെ വരാൻ ചാൻസ് ഇല്ല. ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഗെയിം ഇപ്പോൾ എനിക്കും ഒരു ഫേവറേറ്റ് ഗെയിം തന്നെയാണ്. നല്ല കിഡു ഗെയിമാണത്. എല്ലാവരും അടിപൊളിയായിട്ട് ഇത് പെർഫോം ചെയ്യുകയും ചെയ്തു. ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ആൻഡ് ഇതിൽ സത്യം പറഞ്ഞാൽ 2 ടീമായിരിക്കും വിന്നേഴ്സായിട്ട് വരിക. കാരണം ഒരു ടീം ഒരു ടീമിനോട് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മത്സരിക്കുന്നത്. ആൻഡ് ടീം ബി ആൻഡ് ടീം ഡി ആണ് ഫസ്റ്റ് മത്സരിച്ചത്. ആൻഡ് സീരിയസ്ലി പറഞ്ഞാൽ അടിപൊളി ഗെയിമായിരുന്നു. ഒന്നിനൊന്ന് മെച്ചം. എല്ലാവരും they are giving their best എന്നൊക്കെ പറയുന്നില്ല. ചുമ്മാതാണോ ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഗെയിമാണ്. ബിക്കോസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ ആക്ടിങ് സ്കില്ല് ഭയങ്കരമായിട്ട് വേണം. നമുക്കുള്ളിലുള്ള വികാരങ്ങളെ പുറത്ത് കാണിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തെറ്റിക്കുകയോ വേണം. അപ്പോൾ അത് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഗെയിമാണ്. ആൻഡ് അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് ഇതിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരേ ഫുഡ് തന്നെയാണ്. ബട്ട് ഇത് കുറച്ച് റിഗ്ഡ് ആയിരിക്കും. ആദ്യത്തെ ടീം കുടിച്ചത് യമ്മായിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നെക്സ്റ്റ് ടൈം യക്കാകാം, ചിലപ്പോൾ യമ്മും ആകാം. കാഴ്ചയിലെല്ലാം സെയിം ആണ്. അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് തോന്നി. ഈ ഗെയിം എന്ന് പറയുന്നത് നമ്മൾ ഓഡിയൻസിനും കൂടി കളിക്കാൻ പറ്റുന്ന ഒന്നാണ്. സോ അതുകൊണ്ട് ഞങ്ങളും ഇവിടെ ഇരുന്ന് പ്രെഡിക്റ്റ് ഒക്കെ ചെയ്തു. പക്ഷേ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, കുറേ സ്ഥലത്ത് ഞങ്ങൾക്ക് തെറ്റിപ്പോയി. അത്ര അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ചു കേട്ടോ. ജഡ്ജസും പറഞ്ഞു അവർ പറഞ്ഞതും തെറ്റിപ്പോവാണ് ചെയ്തത്. രാകേഷ് ആയിരുന്നു തുടങ്ങിയത്. ആൻഡ് അടിപൊളി മച്ചം. പിന്നെയും നമ്മളെ എന്താ പറയാ രസിപ്പിച്ചു, എന്റർടൈൻ ചെയ്യിപ്പിച്ചു. അടിപൊളിയായിരുന്നു. രാകേഷിന്റെ ഒക്കെ അടിപൊളിയായിരുന്നു. മെഴുകാണോ ഒരു വികാരം ഇല്ലെന്നൊക്കെ പറഞ്ഞു. എന്ത് രസമായിരുന്നു എന്നറിയോ. ബാക്കിയുള്ളവരും നന്നായിട്ട് കളിച്ചു. ഷിജിനും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ ലോലിറ്റ ഓവർ എക്സ്പ്രഷനിലിട്ട് കളഞ്ഞു. ആൻഡ് ഓവർ എക്സ്പ്രഷൻ എന്ന് ഉദ്ദേശിച്ചത് അവള് യക്കായിട്ട് അഭിനയിച്ച് ഭയങ്കരമായിട്ട് മെഴുകിയത് കാരണം കൊണ്ട് യമ്മായിരുന്നു ശരിക്കും. അത് അവർ അങ്ങനെ തന്നെ പറഞ്ഞു. ആൻഡ് പിന്നെ അഭിറാം ഓൾസോ ഐ തിങ്ക്
കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അവരത് സീ ത്രൂ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ബാക്കിയുള്ള എല്ലാവരും പക്ഷെ നോട്ടബിൾ പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് എസ്പെഷ്യലി രാകേഷ്, പിന്നെ ഈ ഷിജിനും അടിപൊളിയായിരുന്നു. ഷിജുലാലിൻ്റെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ശരിക്കും യക്കായിരുന്നു. അതിൻ്റെ അത് യക്കായിട്ട് തന്നെ മുഖത്ത് കാണിച്ചത് കാരണം കൊണ്ട് അവരത് യമ്മാക്കി. അപ്പം അങ്ങനെ അതായത് ശരിക്കുമുള്ള എക്സ്പ്രഷൻ തന്നെ കാണിച്ചിട്ട് അത് വേറൊരാളും കൂടെ ചെയ്യുന്നുണ്ട്. പേര് എനിക്ക് അത്ര ഓർമ്മയില്ല, ബട്ട് ഹീ ഓൾസോ ഡിഡ് ലൈക്ക് ദാറ്റ്. അപ്പം പിന്നെ അത് പൂജയും അതേ സ്ട്രാറ്റജി തന്നെ ചെയ്യാനായിട്ട് നോക്കി. ലൈക്ക് യമ്മായിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നത്. എനിവേ ഓപ്പോസിറ്റ് റിയാക്ഷൻ പറയാൻ വേണ്ടി അവരുള്ള സാധനം തന്നെ കാണിക്കും. അപ്പോൾ അവർ ഓപ്പോസിറ്റ് പറയുമല്ലോ. ഇപ്പൊ യക്കാണ് ഈ യക്ക് തന്നെ കാണിച്ചാൽ യം എന്ന് അവർ പറയുമായിരിക്കും. സ്ട്രാറ്റജി എങ്ങനെ കളിച്ചാലും ഓപ്പോസിറ്റ് ഉള്ളവർക്ക് ഗസ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരും വികാരം ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് ദ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അതെ, വികാരം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ അവരെ മിസ്ഡയറക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ ഘടകം. പിന്നെ എനിക്ക് അഫിനിയാസിന്റെ എക്സ്പ്രഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് അല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചതൊക്കെ നല്ല രസമായിരുന്നു. അത് അടിപൊളിയായി, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഈ അനിമേഷൻ സിനിമകളൊക്കെ കാണുമ്പോൾ അതിലുള്ള ക്യാരക്ടർ ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്ന ഒരു സംഭവമുണ്ട്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഫീൽ ചെയ്തു. ആൻഡ് അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഡോണയുടെ എക്സ്പ്രഷൻ ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നി. ഇത് വേറെ എന്തോ കഴിക്കുന്ന പോലെയാണ്, ഭയങ്കര ബോറായിരുന്നു. പിന്നെ ഷിഞ്ചിത്തിന്റെ ടൈം ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തു. പാർവതി നല്ലതായിരുന്നു, ആൻഡ് അപർണ നല്ലതായിരുന്നു. അപർണ ഭയങ്കര രസമുണ്ടായിരുന്നു. കഴിച്ചിട്ട് ഒരു വികാരവും ഇല്ല. അത് പക്ഷെ അത് ഭയങ്കര എരിവുള്ള സാധനമായിരുന്നു. പക്ഷെ ആ പുള്ളിക്കാരി ഒട്ടും കാണിക്കാതെ അങ്ങനെ ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു, പാവം. പിന്നെ സോനയുടെ സ്ട്രാറ്റജി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വായിൽ കുത്തി കയറ്റിയിട്ട് എന്താണ് എക്സ്പ്രഷൻ എന്ന് അറിയാത്ത രീതിയിൽ ആക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ടേസ്റ്റ് എന്താണ്, എക്സ്പ്രഷൻ എന്താണ്, ഒന്നും ഗസ് ചെയ്യാനുള്ള ടൈം നമുക്ക് പോലും തരുന്നില്ല, പുള്ളിക്കാരിക്ക് പോലും കിട്ടുന്നില്ല. ആ രീതിയിലാണ് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അത് ഫണ്ണിയായിരുന്നു. സോ അങ്ങനെ കുറച്ച് നല്ല മൊമെന്റ്സ് ഇവരുടെ ടീമിനും ഉണ്ടായിരുന്നു. ടൈ ആയിട്ടാണ് പോകുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ടൈയാണ്, ഇനി ഒരു പോയിന്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയാകും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ മുൾമുനയിൽ നിൽക്കും, അങ്ങനെയാണ്. അങ്ങനെ ടീം ബി, നമ്മുടെ ഷിജുലാലിന്റെ ടീമാണ് ജയിച്ചത്. ടീം ബിയിൽ നിന്ന് അതുകൊണ്ട് ആരും ഔട്ട് ഹൗസിലേക്ക് പോകത്തില്ല. ആൻഡ് ടീം ഡിയിൽ നിന്ന് സോന, ജെറ്റി, ഷാനു, നന്ദകിഷോർ ഇത്രയും പേരാണ് ഔട്ട് ഹൗസിലേക്ക് പോയത്. അടുത്ത മത്സരം അതിനേക്കാളും കൂടുതൽ ത്രില്ലിംഗ് ആയിരുന്നു. പ്രവീണിന്റെ ടീമും രചനയുടെ ടീമും തമ്മിലുള്ള മത്സരം. അത് രണ്ട് ടീമിൽ നിന്നുള്ള എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഗെയിം ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഫസ്റ്റത്തെ ആ ഒരു ടീമുകൾ തമ്മിലുള്ള മത്സരത്തേക്കാൾ കൂടുതൽ നമ്മൾ ശരിക്കും ത്രില്ലിംഗ് ആയി പോയത് ഈ സെക്കൻഡ് ഉണ്ടായിരുന്ന മത്സരമായിരുന്നു. മറ്റേതിൽ അവർക്ക് ടൈ ആയിട്ടാണ് ഫസ്റ്റ് തന്നെ കിട്ടിയതെന്നുണ്ടെങ്കിൽ ഇതിൽ ശരിക്കും ഫണ്ണിയായിരുന്നു. ഫസ്റ്റ് തന്നെ അനഘയുടെ ടീമിന് പ്രവീണിന്റെ ടീം കാണിച്ചതൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. സോ അനഘയ്ക്ക് വെറും 2ഉം പ്രവീണിന് 6ഉം അങ്ങനെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് വലിയൊരു കംബാക്ക് ആയിരുന്നു. അവിടുന്ന് അനഘയുടെ ടീം കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പ്രവീണിന്റെ ടീമിന് ഒന്നും ഗസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അവർ രണ്ടുപേരും ടൈയിലെത്തി. ടൈ ബ്രേക്കർ ടാസ്കിലേക്കാണ് പിന്നെ കയറിയത്. ആൻഡ് അതും അടിപൊളിയായിരുന്നു. അവർ രണ്ടുപേരും 2 ആൾക്കാരെ അവരുടെ ടീമിൽ നിന്ന് ഒരു കയറ് തിട്ടിയിട്ട് അത് കെട്ടാൻ തക്കോണം കഴിവുള്ള 2 ആൾക്കാരെ വിടണമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ രചനയുടെ ടീം പ്രണവിനെയും നമ്മുടെ പ്രവീണിന്റെ ടീം ആരെയൊന്നും വിശാഖിനെയുമാണ് ഈ നോട്ട് ടൈ ബ്രേക്കർ ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ രണ്ടുപേരും നന്നായിട്ട് കെട്ടാൻ അറിയാവുന്നവരാണ്. അടിപൊളിയായിട്ട് തന്നെ രണ്ടുപേരും ചെയ്തു. പക്ഷെ സ്ട്രാറ്റജി കൂടുതൽ ഉപയോഗിച്ചത് വിശാഖാണ്. അയ്യോ, അത് അടിപൊളിയായിരുന്നു. ആ ഫുൾ ഫോഴ്സ് എടുത്ത് കാലയിൽ ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ വലിക്കുന്നതല്ലോ, അടിപൊളി സംഭവമായിരുന്നു. കൂടുതൽ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനേക്കാളും ഇന്റലിജന്റ് കുറേ ഡിഫറെന്റ് ആയിട്ട് നോട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഒരു കെട്ടിന്റെ മേളിൽ ഒരു കെട്ട് എന്നുള്ള രീതിയിലാണ് പ്രണവ് ചെയ്തത്. ഒരു കെട്ടിന്റെ മേളിൽ ഒരു കെട്ടെന്ന് പറയുമ്പോൾ അഴിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഓരോ സിംഗിൾ നോട്ടായിട്ട് കൂട്ടി കിട്ടുന്നു. പക്ഷെ അത്രയും ബെറ്റർ ആവില്ല ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ വരുമ്പോൾ. കാരണം അത് അഴിക്കുന്നത് ആരാണെന്നുള്ളതാണ്. ഫാസ്റ്റ് ആയിട്ട് ആരഴിക്കുന്നു എന്നുള്ളവരാണ് വിന്നർ ആവുക എന്ന് പറയുമ്പോൾ അഴിക്കാൻ ഓരോ കെട്ടായിട്ട് വരുമ്പോഴാണ് അഴിക്കാൻ പാടുമെന്ന്, ഗ്രിപ്പ് കിട്ടത്തില്ല. അത് ചിന്തിച്ച് ആ ടൈം അത് ചിന്തിച്ച് വിശാഖ അടിപൊളിയായിട്ട് ചെയ്തു. സോ ദേ ബിക്കേം ദ വിന്നർ. ആൻഡ് സോ നമ്മുടെ പ്രവീണിന്റെ ടീമാണ് വിൻ ചെയ്തത്. അങ്ങനെ 2 ഗ്രൂപ്പിൽ നിന്ന് ഔട്ട് ഹൗസിലേക്ക് പോയവരും പിന്നെ നമ്മുടെ ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ആൾക്കാർ സെലക്ട് ചെയ്തതുമായിട്ട് മൊത്തം 10 പേരായിരുന്നു നമ്മുടെ എലിമിനേഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് 4 പേര് പോയി. വർഷ, സ്റ്റിനിയ, നന്ദകിഷോർ ആൻഡ് ഷാനു.
അത്രയും പേരാണ് പോയത്. അങ്ങനെ 32 മെമ്പേഴ്സിൽ നിന്ന് 4 പേര് പോയപ്പോൾ 28 മെമ്പേഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും ഇത് ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിലരുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും മേ ബി അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അവർ ബെറ്റർ ആയിട്ട് കളിക്കും എന്ന് തോന്നി തുടങ്ങുന്ന ഒരു ലെവലിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഇന്നത്തെ എലിമിനേഷനും വി ഫെൽറ്റ് ഓക്കെ, കറക്റ്റ് ആയിരുന്നു എന്ന് തന്നെയാണ് തോന്നിയത്. സോ അപ്പം ഇനി നെക്സ്റ്റിൽ ആരൊക്കെ പോകും എന്നുള്ളതും ഇനിയുള്ള ഗെയിം എന്താണെന്ന് അറിയാനുള്ള ഒരു താല്പര്യമുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഓൾറെഡി എപ്പിസോഡ് എന്തായാലും വന്നിട്ടുണ്ടാവും. ഇന്നത്തേതും നാളത്തേതും കൂടി ഒരുമിച്ചായിരിക്കും നമ്മൾ വീഡിയോ ഇടുക. സോ അപ്പൊ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ബിഗ് ബോസ് 3, 4, 5 ബിഗ് ബോസ്. എന്തായാലും കുഴപ്പമില്ല. ബിഗ് ബോസ് ഇതുവരെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആക്ച്വൽ ബിഗ് ബോസിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളൊരു ഫാക്ടറും കൂടിയുണ്ട്. ബട്ട് ദിസ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.